രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജുവിന്റെ ഒരു അറിയിപ്പ് എന്ന നിലയിൽ വരുന്നത് മൃതദേഹം 11:30 രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പൊതുദർശനം നടക്കും എന്നുള്ളതാണ്. ഈ അപകടമുണ്ടായ ആളുകൾ അവരൊരു സംഘമായി തന്നെ ടൂർ പോയതായിരുന്നു ഈ കുടുംബശ്രീയിൽപ്പെട്ട അംഗങ്ങൾ. അതിനുശേഷം അവർ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി പല ടീമുകളായി തിരിഞ്ഞ് അതിനിടയിലാണ് ഈ മഴ ശക്തമാവുകയും അങ്ങനെ മഴയത്തവർ കുറച്ച് സുരക്ഷിതമായ ഇടം എന്ന നിലയിൽ മാറി നിന്നതാണ്. അപ്പോഴാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ രണ്ടുപേരുടെയും വീടുകൾ തമ്മിലൊരു 4-5 കിലോമീറ്ററിന് വ്യത്യാസമുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനം, അതിനുശേഷം പിന്നീട് മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിലേക്ക്, അങ്ങനെ ആയിരിക്കുമല്ലേ ക്രമീകരണങ്ങൾ? അഭിലാഷ, അങ്ങനെ തന്നെയാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്ന. രാമമംഗലം പഞ്ചായത്ത് ഒരു കവലയിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ വകുപ്പുകളും എല്ലാം തന്നെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. 11:30 മൃതദേഹങ്ങൾ ഇവിടേക്ക് വരികയും ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതിനുശേഷം ആ പൊതുദർശനത്തിന് ശേഷമായിരിക്കും രണ്ടുപേരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ പ്രത്യേകം കൊണ്ടുപോകുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ചെയ്യുന്നത്. അതിനുശേഷം അവിടെയും പൊതുദർശനം ഉണ്ടാകും. രണ്ടുപേരുടെയും ഇടങ്ങൾ നേരത്തെ നമ്മളിപ്പോൾ ലതയുടെ വീട്ടിലാണ്. ലതയുടെ സഹോദരൻ മാധവൻ പറഞ്ഞതുപോലെ ഒരു കുടുംബ ശ്മശാനത്തിലേക്കാണ് ലതയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. സ്മിതയുടേത് ഒരു പൊതു ശ്മശാനത്തിലായിരിക്കും ഈ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പൊതുപ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ക്രമീകരണം? നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അവിടെ ഓടി വരുമ്പോൾ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടുപേരുടെയും വീടുകളിലേക്ക് കൊണ്ടുവരും. അവിടെ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അങ്ങനെ ഒരു ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് അവരൊന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ ബന്ധുക്കളെല്ലാം കൂടി ഇപ്പോൾ പോയിട്ടുണ്ട്. 3 പേരാണുള്ളത്. അവർ നമ്മുടെ പഞ്ചായത്തിലുള്ളവർ തന്നെയാണ്. ഒരാളുടെ കാലിന് കുറച്ച് പരിക്ക് പറ്റിയെന്നാണ് അറിയുന്നത്. മറ്റ് പ്രശ്നമൊന്നുമില്ല. ഷിഫ്റ്റ് ചെയ്യാവുന്നൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് കുടുംബശ്രീയുടെ ജില്ലാ മെഷീൻ എന്നുള്ള വിവരം. പരിക്കേറ്റ 3 പേര് ഈ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിൽ തന്നെയുള്ളവരാണ്, തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയുള്ളത്. ഇവിടുന്ന് എത്ര പേരുണ്ട്? ഒരു 50 പേരോളം അടങ്ങുന്ന ഒരു കൂട്ടായ്മ. 56 പേരുടെ ജില്ലയിൽ നിന്നുണ്ടെന്നാണ് ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 5 പേരാണ് ഉണ്ടായിരുന്നത്. പഠനയാത്ര എന്ന രീതിയിലെല്ലാം അങ്ങോട്ട് അങ്ങനെയെല്ലാം കൂടെ കൂടിയിട്ടാണ് അവർ. പറ്റിയൊരു നിലയിൽ വലിയ ആശങ്കകളില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അവിടുത്തെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് രാവിലെ 9 കൂടി വിളിക്കും പറഞ്ഞത്. ബന്ധുക്കൾ അങ്ങ് പോയിട്ടുണ്ട്. ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ അവരെല്ലാം തന്നെ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രദേശത്തെ വല്ലാതെ തന്നെ ഒരു നടുക്കിയ നമുക്ക് ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാറ് എല്ലാവരിലും പരിചിതമായ 2 പേർ നഷ്ടമായിരിക്കുന്നു. ഒപ്പം പോയവർ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 3 പേർക്ക് പരിക്ക് പറ്റില്ല. ഒരാളുടെ നിലയിൽ ഒരല്പം ആശങ്കപ്പെടുത്തുന്ന പരിക്കുകളുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. എങ്കിലും ഇവിടുന്ന് ബന്ധുക്കളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടോ, എന്തൊക്കെയാണ് എന്നതെല്ലാം തന്നെ കുറച്ച് സമയം കൂടി ആ ബന്ധുക്കൾ അവിടെ എത്തി ഡോക്ടർമാരോട് സംസാരിച്ചതിന് ശേഷം ഇവിടെ പഞ്ചായത്ത് അധികൃതരെ കൂടി അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ മരണപ്പെട്ട 2 പേരുടെയും പൊതുദർശനവും സംസ്കാര കർമ്മങ്ങൾക്കും അടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം തന്നെ ഒരു ഏകോപനം ഇക്കാര്യങ്ങളിലെല്ലാത്തിലും തന്നെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളും ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ലതയുടെ വീട്ടിലും പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരൻ്റെ വസതിയാണ്, മാധവൻ എന്ന് പറയുന്ന സഹോദരൻ്റെ വസതിയിലാണ് അവർ താമസിക്കുന്നത്. ലത അവിവാഹിതയാണ്. സഹോദരന്മാർക്കൊപ്പമാണ് കഴിഞ്ഞു പോരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ പുറപ്പെട്ട ഒരു സംഘമാണ്, യാത്രാ സംഘമാണ്. ഇവരെല്ലാവരും തന്നെ പഠനയാത്രയുടെ എല്ലാം തന്നെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ ഒരു പാക്കിംഗ് യൂണിറ്റിലാണ് ഇവിടെ നിന്ന് പോയവരെല്ലാം തന്നെ. ഏതാണ്ട് 6ഓളം പേരാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ, പഞ്ചായത്ത് ഭാരവാഹിയാണ് പറഞ്ഞതുപോലെ 6ഓളം പേരാണ് ഇവിടെ നിന്നുള്ള ആ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരെല്ലാം തന്നെ ഒരു പാക്കിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഈ പോയ 56 അംഗ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഒരു
പഠനയാത്രയുടെ ഒരു പൊതു സ്വഭാവം എന്ന രീതിയിലാണ് ഇത് നൽകിയിരിക്കുന്നത്. വിവിധ കാര്യങ്ങൾ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയുടെ ജില്ലാ ഘടകമാണ് ഇതെല്ലാം തന്നെ ഏകോപനം നടത്തിയിരുന്നത്. ഒരു വിമാനയാത്ര, ആകാശയാത്രയുടെ ഒരു വലിയ സന്തോഷവും കാര്യങ്ങളും എല്ലാം തന്നെ അവരിലുണ്ട്. വളരെ സമയബന്ധിതമായത് ക്രമപ്പെടുത്തി അവിടെ ബംഗളൂരുവിലേക്ക്, കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തി. അവിടെ നിന്ന് വീട്ടുകാരെല്ലാം തന്നെ വിളിച്ചറിയിച്ചു തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് കാര്യങ്ങളടക്കമെല്ലാം വീട്ടുകാരെയും വിളിച്ചറിയിച്ചപ്പോൾ ആ ഒരു സന്തോഷവും എല്ലാം യാത്രയുടെ സന്തോഷവും എല്ലാം വീട്ടുകാരിലേക്കും പകർന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും കാര്യങ്ങൾ മാറുന്നു. കാരണം ഇടതടവില്ലാതെ ഒരു മഴ പെയ്ത്ത് അത് ബംഗളൂരു നഗരത്തെ തന്നെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരുന്നു. 1.5 മണിക്കൂറോളം ഈ ഒരു മഴ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിവിധ മേഖലകൾ, കാരണം ഇവർ പർച്ചേസിങ്ങിനിറങ്ങിയ ശിവാജി പാർക്ക് ഉൾപ്പെടെയുള്ള ആ മേഖലകളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടുകളും മറ്റും രൂപപ്പെടുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനിടയിലാണ് അതിൽ നിന്ന്, മഴയിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കാനായിട്ട് ഇവർ അതിനടുത്തുള്ള മതിൽക്കെട്ട്, 8 അടിയോളം ഉയരമുള്ളൊരു കരിങ്കൽ മതിൽക്കെട്ട്, അപ്പോൾ മഴ ആ പെയ്ത്തുന്ന കുറച്ച് ഒരാശ്വാസം എന്ന രീതിയിലേക്ക് അവിടേക്ക് നീങ്ങി നിന്നിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഈ വഴിയോര കച്ചവടക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു കുടിലും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറപറ്റിയാണ് ഇവരെല്ലാം തന്നെ നിന്നിരുന്നത്. തീർത്തും അപ്രതീക്ഷിതമായി, തീർത്തും ദൗർഭാഗ്യകരമായ മതിൽക്കെട്ട് ഒന്നടങ്കം ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിൽപ്പെട്ടാണ് 7ഓളം മരണങ്ങൾ സംഭവിച്ചത്. ഇവരല്ലാതെ തന്നെ മറ്റ് 5 പേർ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അത് കർണാടക സ്വദേശിയാണ്. 6 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അവിടെ അന്വേഷണം തുടരുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന് കാരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം തുടരുകയാണ്. എന്തായാലും മരിച്ച മലയാളികളുടെയും പരിക്കേറ്റവരുടെയും എല്ലാം കാര്യത്തിൽ സത്വരമായ ഇടപെടലുകളാണ് സർക്കാരുകൾ നേരിട്ട് നടത്തിയത്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഏതാണ്ട് 11:30 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടേക്ക് രാമമംഗലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുദർശനത്തിനടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന ഒരു നാട് ഒന്നടങ്കം അവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു 2 പേരും. ഈ ഭാഗത്ത് ഇവിടെ എല്ലാവരും തന്നെ പരിചിതരായ ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ സന്തോഷത്തോടു കൂടി യാത്ര തിരിച്ച ഒരു സംഘം, ആ സംഘത്തിൻ്റെ യാത്ര അത് തുടങ്ങുമ്പോൾ തന്നെ ഏറെ ദുഃഖകരമാകുന്ന സാഹചര്യം. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ പെട്ടുപോകുന്നു. വിനോദസഞ്ചാരത്തിനായി പോയതായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ബാംഗ്ലൂരിൽ പക്ഷേ കനത്ത മഴയായിരുന്നു. അവിടെ മഴ പെയ്തപ്പോൾ ഒരു ടർപ്പോളിൻ വിരിച്ച ഷീറ്റിന് താഴെ നിന്നിരുന്നവർ ആണ് അപകടത്തിൽപ്പെട്ടത്. 7 പേർ ആണ് അപകടത്തിൽ ആകെ മരണപ്പെട്ടത്. അതിൽ 2 മലയാളികളും ഉണ്ടായി എന്നുള്ളതാണ്. എറണാകുളം രാമമംഗലം പഞ്ചായത്തിൽ പെടുന്ന 2 പേർ ആണ് മരണപ്പെട്ടത്. ഏതാണ്ട് 11:30 രാമമംഗലം പഞ്ചായത്ത് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.